ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജയ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രേതം 2 എന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. അപ്പോൾ നമുക്ക് പ്രേതം 2ൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ജയസൂര്യ, രഞ്ജിത് ശങ്കർ കൂട്ടുകെട്ട് ഇറങ്ങിയ പുതുപുത്തൻ ചിത്രമാണ് പ്രേതം 2. ഇതിനു മുമ്പ് ഇറങ്ങിയ പുണ്യാളൻ, അഗർബത്തീസ്, പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ്, പിന്നെ പ്രേതം തുടങ്ങി, പിന്നെ ഞാൻ മേരിക്കുട്ടി തുടങ്ങിയവയെല്ലാം ബോക്സ് ഓഫീസ് നല്ല വിജയങ്ങൾ നേടിയ സിനിമയായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് പ്രേതത്തിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് പ്രേതം 2 ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പ്രേതം 2വിന്റെ സ്റ്റോറിയിലേക്കൊക്കെ ഒന്ന് വരാം. സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ പ്രേതം 2വിന്റെ ഒരു 5 ഫ്രണ്ട്സ് അവർ വരിക്കാശ്ശേരി മനയിലേക്ക് ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടി വരുന്നു. പക്ഷേ ഈ ഫ്രണ്ട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് പരസ്പരം അറിയില്ല. ഇവർ ഫേസ്ബുക്കിൽ സിനിമാ പ്രാന്തമാർ എന്ന ഒരു ഗ്രൂപ്പ് വഴി പരിചയപ്പെടുക, അതുവഴി ഒരു ഷോർട്ട് ഫിലിം എടുക്കാമെന്ന രീതിയിൽ വരികയും അവിടെ വരിക്കാശ്ശേരി മനയിൽ എത്തിക്കഴിഞ്ഞാണ് ഇവർ പരസ്പരം പരിചയപ്പെടുന്നത്. അവിടെ ജയസൂര്യ മറ്റൊരു കാരണം കൊണ്ട് നമ്മുടെ ജയസൂര്യ അല്ല, നമ്മുടെ ജോൺ ഡോൺ ബോസ്കോ അവിടെ എത്തിച്ചേരുകയും പിന്നെ അതിനെ തുടർന്ന് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ്, കുറേ കോമഡികളും കുറച്ച് സസ്പെൻസ് ഒക്കെ നിറച്ചു വെച്ച ഒരു ഫസ്റ്റ് ഹാഫാണ് ഇതിനുള്ളത്. പിന്നെ നമ്മുടെ ലാലേട്ടൻ കുറേ ഡയലോഗുകളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുവാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒരു ഫസ്റ്റ് ഹാഫിനെക്കാട്ടിൽ ഒരു എബോ ആവറേജ് സെക്കൻഡ് ഹാഫ് ആയിരുന്നു ഈ പടത്തിനുള്ളത്. ത്രില്ലടിച്ച് നമ്മളിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യത്തിൽ പ്രേതമൊക്കെ തന്നെ ഉണ്ട്. നമ്മുടെ പ്രേതം 1ന്റെ അതേ രീതിയിൽ തന്നെയാണ് ഇത് പോകുന്നത്. സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ നമ്മൾ സസ്പെൻസ് എന്ത് നടക്കാൻ പോകുന്നു അങ്ങനെ ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഈ സിനിമയിൽ പറയാനുള്ളത്, ഈ സിനിമയിൽ സോങ്ങുകളൊന്നും തന്നെ ഇല്ല. കുറച്ച് BGM ബാക്ക്ഗ്രൗണ്ട് സോങ് മ്യൂസിക്കൊക്കെ ഉള്ളു, അല്ലാതെ പ്രത്യേകിച്ച് സോങ് ഒന്നും ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമ്മളൊട്ടും സോങ് ഇല്ലെന്നൊന്നും നമുക്ക് ഇതാകത്തില്ല. 2 മണിക്കൂർ 20 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് തോന്നുന്നു. ഒട്ടും ലാഘടിപ്പിക്കുന്നില്ല. എനിക്ക് പ്രേതത്തിന്റെ ആദ്യ ഭാഗത്തെക്കാട്ടിൽ ഇഷ്ടപ്പെട്ടത് പ്രേതത്തിന്റെ രണ്ടാം ഭാഗമാണ്. കുറച്ചുകൂടി ഒരു കഥയിൽ കുറച്ചുകൂടി എനിക്കൊരു മെച്ചമായിട്ട് തോന്നി. കാരണം ഇത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കഥയുടെ ഒരു തീം തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. സൈബർ ക്രൈമാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിന്റെ സസ്പെൻസിലേക്കൊന്നും പോകുന്നില്ല. ഇതിന്റെ മെയിനായിട്ട് ഞാൻ പറയാനുള്ളത് തീം സൈബർ ക്രൈമാണ്. നമ്മൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുകൊണ്ട് ഇന്റർനെറ്റ് വഴി നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിലാണ് ഈ പടത്തിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിനും നമുക്കും ബാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? പിന്നെ ഈ പടം മികച്ച ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും നിരാശപ്പെടുത്തില്ല ഈ പടം. ഈ പടത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. കാണാൻ പറ്റുന്നവരൊക്കെ ഈ പടം ഒന്ന് പോയി കാണുക. ഒരു നല്ല എക്സ്പീരിയൻസ്. ഒട്ടും നിങ്ങൾക്ക് ലാഘടിപ്പിക്കുകയോ മൂഷിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല ഈ പടം. പിന്നെ പറയാനുള്ളത്, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതാണ്. ഞാൻ അതുവഴി എൻ്റെ അടുത്ത വീഡിയോകളിൽ എൻ്റെ ഈ വീഡിയോക്കുള്ള പരിമിതികളെല്ലാം അടുത്ത വീഡിയോകളിൽ ഞാൻ ശരിയാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവിയുടെ റിവ്യൂമായിട്ട് ഉടനടി കാണാം. ഓക്കെ, ബൈ.